ശ്രീ പി വി ഗംഗാധരൻ. ഗൃഹലക്ഷ്മിയുടെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് സുമാരി ചേച്ചി അല്ലേ? എല്ലാ ചിത്രങ്ങളും അഭിനയിച്ചു. എല്ലാ ചിത്രങ്ങളും ഉണ്ടാവും. ഒരു ചിത്രം മാത്രം ഇല്ലാതിരിക്കും. അതെ, ബാക്കി 20 ചിത്രങ്ങൾ എടുത്ത് 19 ചിത്രത്തിലും ആദ്യമായിട്ട് ഞങ്ങൾ കൂട്ടായിട്ടെടുത്ത സംഘം എന്ന ചിത്രത്തിലാണ്. അപ്പോൾ 21 ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. 20 ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു പ്രൊഡ്യൂസർ ആക്ട്രസ് ബന്ധമല്ല എന്തായാലും സുമാരി ചേച്ചിയുമായിട്ടുള്ളത്? തീർച്ചയായിട്ടല്ല. മദ്രാസിൽ താമസിക്കുമ്പോൾ വരുമ്പോൾ സുമാരിജിയുടെ വീട്ടിൽ ഇഡ്ഡലിയും അതുപോലെ തന്നെ പല സാധനങ്ങളും കൊണ്ടുവരാറുണ്ട്. അങ്ങനെ വളരെയേറെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ബന്ധമാണ്. സുമാരി ചേച്ചി സിനിമയുടെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ്. സുമാരി ചേച്ചി സിനിമയിൽ അതൊരു ഞാൻ പറയട്ടെ, വാസ്തവത്തിലൊരു ഇതിഹാസമാണ്. മലയാള സിനിമയുടെ ഒരു ഇതിഹാസമാണ് സുമാരി ചേച്ചി. സുമാരി ചേച്ചി ഇരുത്തി പറയുന്നതല്ല, അത് ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞതാണ്. കാരണം അത്രയേറെ ഒരു അമ്മയായിട്ട് മാത്രമല്ല സുമാരി ചേച്ചി നമ്മൾ കണ്ടത്. സുമാരി ചേച്ചി നമ്മൾ കണ്ടത് പല വിധത്തിലുള്ള വേഷങ്ങൾ അഭിനയിക്കുകയാണ്. അതുപോലെ തന്നെ നേരിട്ട് തന്നെ അമേരിക്കയിൽ പോയപ്പോൾ അവിടെയൊക്കെ സ്റ്റേജിൽ ഡാൻസ് ചെയ്യുന്നു. കൽപ്പറ്റയിൽ നമ്മുടെ മാതൃഭൂമിയുടെ ഒരു പ്രോഗ്രാം വന്നപ്പം ആ സ്റ്റേജിൽ ആളുകളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ അടുത്തിടെ വലിയ ഗംഭീരമായ ഡാൻസ് നടത്തുന്നു. ചെറുപ്പക്കാർ പോലും നാണിച്ചു പോകുന്ന തരത്തിലുള്ള ഡാൻസാണ് സുമാരി ചേച്ചി. അറിയാലോ, എല്ലാവരെയും ഒരേപോലെ സ്നേഹിച്ച് കൊണ്ടു നടക്കുന്ന ഒരാളെന്ന് പറയാൻ നമുക്ക് സുമാരി ചേച്ചി മാത്രമേ ഉള്ളൂ അല്ലേ? ശരിയാണ്. ഞാൻ പറയില്ലേ, ഈ ചില ആളുകൾ ചില വ്യക്തികൾ അങ്ങനെയാണ്. കാരണം ജോലിയോടുള്ള ആത്മാർത്ഥതയാണത്. കാരണം എവിടെ നമുക്ക് എത്ര പടങ്ങളുണ്ടെങ്കിലും പടം ആരെയും ബുദ്ധിമുട്ടിക്കാതെ, അതാണ് സുമാരി ചേച്ചിയുടെ പ്രത്യേകത. എല്ലാവരോടും വളരെ സ്നേഹത്തിലും എന്നോട് മാത്രമല്ല എത്രയോ ആ തെറ്റുള്ള ആളുകളോടും അതുപോലെ തന്നെ മറ്റുള്ള അവരുടെ വീട്ടുകാരോടും, അതാണ് എല്ലാവരോടും. അപ്പോൾ അങ്ങനെയാണ് ഈ എന്ത് തിരക്കുണ്ടെങ്കിലും എന്ത് കാര്യമുണ്ടെങ്കിലും സുമാരി ചേച്ചി ഫ്രീയാണ്. അതാണ്. ജോലി വിട്ടിട്ടുള്ള കളി എനിക്കില്ല. അങ്ങനെ ചേച്ചിക്ക് അതിനൊരു പ്രത്യേക ക്ഷീണവും മടുപ്പും ഒന്നും തോന്നാറില്ല അല്ലേ? എത്ര തവണ എങ്ങോട്ടൊക്കെ ഓടിയാലും എവിടെ ഓടിപ്പാഞ്ഞെത്തിയാലും എത്ര യാത്ര ചെയ്താലും ഒന്നും ഒരു മുഷിച്ചിൽ തോന്നാറില്ല അല്ലേ? തോന്നിയിട്ടില്ല. തോന്നാതിരിക്കട്ടെ. സുമാരി ചേച്ചി എനിക്ക് ഓർമ്മ വരുന്നത് 1965 തോന്നുന്നു, 62 തോന്നുന്നു. സുമാരി ചേച്ചിയും ലളിത പത്മിനി രാഗിണി അവരുടെ ഡാൻസ്, ആ പരിപാടിയിൽ സുമാരി ചേച്ചി അതിൽ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അന്ന് മുതലേ സുമാരി ചേച്ചിയോട് ഒരു ആരാധനയായിരുന്നു. മദ്രാസിൽ കോളേജിൽ പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ. ഞാൻ ഗംഗേട്ടാന്ന് വിളിക്കുന്നത് തെറ്റായിട്ട് വിചാരിക്കരുത്. ഒരു അല്ല, എന്നെ കണ്ടും വയസ്സ് കുറവാണ്. ശരി. സുമാരി ചേച്ചി ഇല്ലാത്തൊരു നിമിഷം ലോകം ഉണർന്നിരിക്കുന്നുണ്ടാവില്ല അല്ലേ? എവിടെയായാലും ലോകത്തിൽ എവിടെയെങ്കിലും സുമാരി ചേച്ചിയുടെ ശബ്ദം അല്ലെങ്കിൽ ഒരു സീൻ, സുമാരി ചേച്ചിയുടെ ഒരു ചിരിയോ കരച്ചിലോ സംഭാഷണമോ എപ്പോഴും എവിടെയെങ്കിലും ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പം പത്മശ്രീ കിട്ടിയുള്ളൂ. കൂടുതൽ ഉയരങ്ങളിലേക്ക് സുമാരി ചേച്ചി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത്രയേറെ ചിത്രങ്ങൾ അഭിനയിച്ച ഒരു നടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, നമ്മൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. കാരണം തീർച്ചയായിട്ടും ഇനി ഉയരങ്ങളിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി, ഞാനും ഞങ്ങളുടെ കുടുംബവും എല്ലാവരും ആത്മാർത്ഥ സിനിമ കുടുംബം ഒന്നിച്ച്